മൃതശരീരങ്ങൾ റിലീസ് ചെയ്തു, വീടുകളിലേക്ക് എത്തി. ഒരു 8-8:30 വരെ പൊതുദർശനം വീടുകളിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ സ്കൂളിൽ കുറച്ച് സൗകര്യത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ, എല്ലാ കരിമേക്കാട് എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ 4 കുഞ്ഞുങ്ങളുടെയും ഒരുമിച്ച് പൊതുദർശനത്തിന് വെച്ച് അതിന് ശേഷം തിരിച്ച് അതിൻ്റെ ഖബർസ്ഥാനിലേക്ക് പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന, ആര് മരിച്ചാലും നമുക്ക് വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ എന്തൊരു അപ്രതീക്ഷിതമായിട്ടുള്ള മരണമാണ്. ഇപ്പോൾ ഒരു അസുഖം വന്നിട്ടാണ് എങ്കിൽ വീട്ടുകാരും അടുപ്പമുള്ളവരൊക്കെ ഒന്ന് പ്രതീക്ഷിക്കും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമല്ലോ. രാവിലെ യാത്ര പറഞ്ഞ് പരീക്ഷ എഴുതാൻ പോയ കുഞ്ഞുമക്കൾ വൈകുന്നേരം ഈ പരുവത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരെ നേരിട്ടറിയുക പോലും ഇല്ലാത്ത നമുക്ക് എന്തൊരു പ്രയാസമാണ്. അപ്പം വീട്ടുകാരുടെയും മറ്റവരുടെയൊക്കെ പ്രയാസം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഇന്നലെ രാത്രി ഇത് അറിയുമ്പോൾ തൊട്ട് ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിന് ശേഷം ഇവിടെ ഈ മേഖലയിൽ തുടർച്ചയായി അപകടം ഉണ്ടാകുന്നുണ്ട്. നിരവധി ആളുകളാണ് ഈ വഴിയിൽ തന്നെ മരണമടയുന്ന സാഹചര്യം തന്നെ ഉണ്ടായത്. ഇപ്പം 1 മാസം പോലും ആയില്ല, ക്ഷേത്രത്തിനടുത്ത് 5 ചെറുപ്പക്കാർ അന്ന് ഇതുപോലെ മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇന്നൊരു ഉന്നതതല യോഗം വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിനൊരു നിരന്തരമായ അപകടം ഉണ്ടാകുമ്പോൾ എന്തോ ഒരു അശാസ്ത്രീയത റോഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എല്ലാവരും അതിനകത്ത് ഒറ്റക്കെട്ടാണ്. ആ പ്രശ്നം പരിഹരിച്ച് നമ്മൾ ഒരപകടം ഉണ്ടാകുമ്പോൾ ആണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. പക്ഷേ അപകടം ഉണ്ടാകുമ്പോഴെങ്കിലും നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു പരിഹാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കണം.